ഹായ് ഹലോ മദന യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും പകർന്നു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് നിങ്ങളുടെ എനർജി നോക്കാം. ഇന്ന് നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള കാര്യങ്ങൾ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നുള്ള റൂട്ട് ഇഷ്യൂ എന്താണ്? ഇതാണ് നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ. ഫസ്റ്റ് എടുക്കുന്നത്, ബാക്കിയുള്ള എനർജി എൻ്റെ കൂടെ ഒപ്പം തന്നെ എടുത്തേക്കാം. ഓക്കെ, എൻ്റെ വ്യൂസ് ഇപ്പോൾ ഒന്നിലധികം ഈ റൂട്ട് ഇഷ്യൂ വരുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഇഷ്യൂയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇതാണ് റൂട്ട് ഇഷ്യൂ. ഓക്കെ, നിങ്ങൾ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ശക്തിയില്ല, മാനസിക ബലം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഈ ഉയർത്തിയിരിക്കുന്നതായിട്ടുള്ള വാളുകൾ, നിങ്ങൾ ഇങ്ങനെ നിന്നിരുന്ന വാളുകളെല്ലാം നിങ്ങൾക്ക് തറയിൽ കുത്തിയിരിക്കുന്നു. തറയിലല്ല കുത്തിയിരിക്കുന്നത്, നെഞ്ചം മുതുവിനാ കുത്തിയിരിക്കുന്നത്, നട്ടലിനാ കുത്തിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ കുത്തിയിരിക്കുന്നതായിട്ടുള്ള എനർജിയിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. റൂട്ട് ഇഷ്യൂ, നിങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അത് സാമ്പത്തികമായാലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ആരിലാണോ വിശ്വാസം അർപ്പിച്ചത് അവിടെ നിന്നും ഒരടി അനക്കാൻ പറ്റുന്നില്ല. കാരണം വിശ്വസിച്ചവർ ചതിച്ചിരിക്കുന്നു. ഓക്കെ, ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ. ഓക്കെ, ഒരു പക്ഷേ ഇത് കാണുന്ന വ്യക്തികൾ സിംഗിൾ പാരൻ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരുമല്ല, ചില വ്യക്തികളെങ്കിലും സിംഗിൾ പാരൻ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് വളരെ പ്രയാസമായി തീർന്നിരിക്കുന്നു. കാരണം നിങ്ങൾ ശരിയെന്ന് പറഞ്ഞ് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചതായി കാണുന്നു. ചില ഡബിൾ എനർജി നിങ്ങളെ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് നിങ്ങളെ മാറ്റിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ചില വ്യക്തികളുടെ കൈകളിലേക്കായിപ്പോയി. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഓക്കെ, ഇതാണ് നിങ്ങളിപ്പോൾ നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ. ഓക്കെ, എന്ത് ചെയ്യണം? മുന്നോട്ടുള്ള വഴി അടഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ നിങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. മാനസിക ധൈര്യം നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്നു. ഓക്കെ, എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു. അപ്പം വഴിയും അവസാനിച്ചു. ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത വണ്ണം നട്ടലിന് കുത്തും കിട്ടി, മാനസിക ധൈര്യവും തകർന്നിരിക്കുന്നു. അത് കുട്ടികളെ പ്രതിയാണെങ്കിലും ശരി തന്നെ. ഇവിടെ ഒരു കുട്ടികളെ കാണുന്നുണ്ട്. മുന്നോട്ട് പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളെ മൂടിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, മുന്നോട്ട് ഒരു വഴിയും ഇല്ല എന്ന എനർജിയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇത് റൂട്ട് ഇഷ്യൂ ആണ് നിങ്ങളുടെ. അപ്പോൾ ബാക്കിയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബാക്കിയുള്ളത് വരുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇന്ന് നേരിടുന്നതായിട്ടുള്ള എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ടവർ, ലവേഴ്സ്, 5 ഓഫ് കപ്പ്, ബർഡൻ, 6 ഓഫ് പെൻറ്റിക്കിൾ, എംബ്രസ്. ഓക്കെ, 2 ഓഫ് വാണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 13, 4, 16, 7, 6, 5, 2, 10, 1, 6, 3. ഈ ഡേറ്റോ ഈ മന്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ വിവാഹം നടന്നതോ, നിങ്ങളുടെ പേഴ്സൻ്റെ നമ്പരോ, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പരോ, മക്കളുടെ നമ്പരോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതായി നോക്കുക. ഓക്കെ, പ്രാധാന്യമുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങളുടെ മക്കളെ ഓർത്തിട്ടാണ് നിങ്ങൾ വിഷമിക്കുന്നതെങ്കിൽ മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം 13, 4. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായിട്ട് കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഡേറ്റ് നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടുതൽ. ഓക്കെ, ഇവിടെ റിലേഷനുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ പ്രണയവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മേജർ മാറ്റം സംഭവിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്നും സഡൻ ഒരു മേജർ ആയിട്ടുള്ള ഒരു മാറ്റം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അത്ഭുതമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ടവറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും നിങ്ങൾക്കൊരു
മേജർ മാറ്റം നിങ്ങൾക്ക് ഈ ഒരു മാസ അവസാനത്തിൽ തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്നു. ഇനി കുറച്ച് സമയങ്ങളേ ഉള്ളൂ നമുക്ക് നമ്മുടെ മുന്നിൽ. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിക്കും, നിരാശപ്പെടുന്ന അവസ്ഥയിലാണെങ്കിലോ ഇനി എത്ര ദിവസം, ഈ മാസത്തിൽ ഇനി എന്ത് നടക്കാനാണ്, ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, ഇതിൽ എന്ത് നടക്കാനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ മുമ്പിൽ 11:59 വരെ സമയമുണ്ട്. 12 ആയെങ്കിലേ നാളെ ആകുള്ളൂ. ആ ഒരൊറ്റ മിനിറ്റിൽ എന്തും സംഭവിക്കാം എന്നുള്ളൊരു വിശ്വാസമുള്ളവർക്ക് ഈ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു നോസ്. എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത്? താങ്ക് യു നോസ്. ഇതാണ്ടേ പറഞ്ഞത് എത്ര കറക്റ്റാണ്. ഒരു അവയർനെസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ടവർ കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങളിൽ എന്തൊക്കെ പ്രശ്നമാണോ, സാമ്പത്തിക പ്രശ്നമാണോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നമാണോ, നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന എന്ത് പ്രശ്നത്തിനെയും ഉരിഞ്ഞു കളയുന്ന ഒരു ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഇവിടെ ടവറാണ്, ഇതേ ടവറാണ് ഇവിടെ വന്ന് വീണിട്ട് ദൈവശക്തിയാൽ നിങ്ങളിലുള്ള പ്രശ്നങ്ങളെ നീക്കിക്കളയുന്ന ഒരു എനർജി. ഓക്കെ, താങ്ക് യു യൂണോസ്. ഇത് വിശ്വസിക്കുന്നവർക്ക് മഹത്വം. ഓക്കെ, താങ്ക് യു യൂണോസ്. താങ്ക് യു. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു അവെയർനെസ് നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ് മീ മദർ യൂണോസ്. എന്തുകൊണ്ടാണ് ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. ഒരു പതുക്കെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലൊരു ഒരു ചെറിയ മാറ്റങ്ങൾ അടുത്തടുത്ത് വരാൻ പോകുന്നു. ചെറിയ രീതിയിൽ മെസ്സേജ്, കോള് അതൊക്കെ വരാൻ പോകുന്നു. നിങ്ങളുടെ റിലേഷന്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒന്ന് മിണ്ടാനും സംസാരിക്കാനും കാണാനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയമായി വരുന്നുണ്ട്. ഓക്കെ, അത് ഭയങ്കര ഇതായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഒരു പക്ഷേ നിങ്ങളുടെ ബ്ലോക്ക് മാറ്റുമായിരിക്കും, ഒരു പക്ഷേ നിങ്ങളുടെ ലാസ്റ്റ് സീൻ നോക്കുമായിരിക്കാം, നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും നിങ്ങളെക്കുറിച്ചൊന്ന് ചോദിച്ചതായിട്ടുള്ളൊരു ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുന്നതായി കാണാം. ഓക്കെ, വലിയ മാറ്റങ്ങൾ ഉടനെ തന്നെ സംഭവിക്കുമെങ്കിലും നിങ്ങൾ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇപ്പം തന്നെ എൻ്റെ പേഴ്സൺ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയില്ല എന്ന് ചിന്തിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ കെടുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ചെറിയ കാര്യങ്ങളിൽ വലിയ വിശ്വാസങ്ങളെ അർപ്പിക്കുക. ഓക്കെ, താങ്ക് യു നോസ്. അടുത്തത് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്പാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് ജോലി ആയിരിക്കാം, സാമ്പത്തികമായിരിക്കാം, കുടുംബജീവിതമായിരിക്കാം, നല്ലൊരു ഫ്രണ്ടിനെ ആയിരിക്കാം. ഇവിടെ നഷ്ടപ്പെട്ടു പോയതായി കാണുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കാര്യങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ അല്ല, നിങ്ങൾക്ക് ഇന്നലെ പാസ്റ്റ് ലൈഫാണ്. ഓക്കെ, ഇന്നലെ 1 മണിക്കൂറിന് മുമ്പേ ഉള്ളത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫാണ്. ഓക്കെ, ആ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും ആ വേദനയിലേക്ക് നിങ്ങളെ പിടിച്ചു നിർത്തുകയാണ്. റിപ്പീറ്റായിട്ട് പറയുക, എനിക്കങ്ങനെ സംഭവിച്ചു, ഇന്ന കാര്യം കൊണ്ട് എനിക്കിപ്പം നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ചില സാഹചര്യത്തിൽ യൂണിവേഴ്സിൻ്റെ വെളിച്ചം നിങ്ങളുടെ മുന്നിൽ ഉദിക്കുന്നു. അനങ്ങാൻ പറ്റാതിരുന്ന സ്ഥലത്ത് നിന്നും നിങ്ങളൊരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചമെങ്കിലും നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് കൊണ്ടുവരുന്നു. മിന്നാമിനിങ്ങിനെ കാണുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടിയെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ചെറിയ മെസ്സേജ്, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് സീൻ നോക്കൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഒരിത്, അത് റിലേഷൻ ബേസിൽ മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തികമാണെങ്കിലും ശരി, എന്തെങ്കിലും ഒരു ചെറിയ സാമ്പത്തിക കാര്യങ്ങൾ ഓക്കെ അപ്പം ഓപ്പണായി വരുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ ജോലി നിങ്ങൾക്ക് ഓപ്പണായി വരുന്നു. ഒരു ചെറിയ മിന്നാമിനിങ്ങിനെ നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് തെളിയിക്കും. എന്തിനാണ്? നിങ്ങൾ ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടി. നിങ്ങളായിട്ടാണ് വെക്കുന്നില്ല. അപ്പോൾ യൂണിവേഴ്സ് വിചാരിച്ച് ഞാനെങ്കിലും ഉന്തിത്തള്ളി കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഉന്തിത്തള്ളി കൊണ്ടുപോകാൻ യൂണിവേഴ്സ് തീരുമാനിക്കുകയാണ്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 10 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾ കുറേ നാളായിട്ട് ചില കാര്യങ്ങൾ, നിങ്ങളുടെ മാനസിക അവസ്ഥ ചുമന്ന് നിങ്ങൾ തളർന്നിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിലേക്ക് തന്നെ തല കുനിച്ച് നടക്കുന്നതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു. അവിടെ നിന്നെല്ലാം നിങ്ങളെ കൈപിടിക്കുവാൻ,
യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാം പൊട്ടിത്തകരാൻ പോകുന്നു. നിങ്ങളെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന നിങ്ങളുടെ മാനസിക ബുദ്ധിമുട്ട് തെറിച്ചു പോകാൻ പോകുന്നു. നിങ്ങളുടെ ബ്ലാക്ക് എനർജീസ് മുഴുവനും തകർന്നു പോകാൻ പോകുന്നു. നിങ്ങളെ ചതിച്ച വ്യക്തികൾ, നിങ്ങളെ ആരാണോ നിങ്ങളെ ചതിച്ച് കൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ വ്യക്തികളൊക്കെ നിങ്ങളിൽ നിന്ന് ചിതറി മാറിപ്പോകുന്നു. ആ വ്യക്തികളൊക്കെ വഴക്കിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. നിങ്ങൾക്ക് എന്താണോ ഹാനികരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റമായിട്ട് നിൽക്കുന്ന എന്ത് തന്നെയാണെങ്കിലും, അത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണെങ്കിലും തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിനെ തകർത്ത് കളയുകയാണ്. ഓക്കെ, യൂണിവേഴ്സിന് നിങ്ങളെന്നുള്ള വ്യക്തിയെ ഇങ്ങനെ തകർത്ത് നശിപ്പിച്ച് ഭൂമിയോളം ചേർത്ത് വയ്ക്കുവാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇനിയും കർമ്മ ബാക്കിയുണ്ട്. നിങ്ങൾ ഇനിയും പല വ്യക്തികൾക്കും സഹായമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളെക്കൊണ്ട് യൂണിവേഴ്സിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ തകർക്കുവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മാനസികത്തെ തകർക്കുവാൻ, നിങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ച് കളയുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള എന്ത് അന്ധകാര ശക്തികളെയും യൂണിവേഴ്സ് ഇവിടെ തകർത്ത് കളയുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ ഫ്രണ്ടായിട്ട് നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നു. നിങ്ങൾ കൈ പിടിക്കുവാൻ വേണ്ടി യൂണിവേഴ്സാണ് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളുടെ ഈ ഭാരങ്ങളെല്ലാം മാറാൻ പോകുന്നു. ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ പോകുന്നു. സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സൂര്യോദയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് പെൻറ്റിക്കിൾ നിങ്ങൾക്ക് ചില വരുമാന മാർഗങ്ങൾ ഓപ്പൺ ആകുന്നു. പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ് സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നു. താങ്ക് യു. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു. സെലിബ്രേഷൻ വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് സാമ്പത്തിക കാര്യത്തിൽ സെലിബ്രേഷൻ വരുന്നു. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുവയ്ക്കുവാൻ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുക. ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കാമോ, ആ ചങ്ങലകളെല്ലാം പൊട്ടിപ്പോകുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ കാലിൽ ചങ്ങലയാണെങ്കിൽ ചങ്ങല ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചങ്ങല അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. കാലൊക്കെ ഒന്ന് അനക്കി ഒന്ന് ചാടാനോ എടുക്കാനോ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഇത് തേയ്മാനം സംഭവിച്ച്, കാലിന് തേയ്മാനം സംഭവിച്ചാലും ശരി തന്നെ, ചങ്ങലയ്ക്ക് തേയ്മാനം സംഭവിച്ചാലും ശരി തന്നെ ഊരി വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അനങ്ങാതെ ഇരിക്കാതെ, അല്ലെങ്കിൽ എനിക്ക് ആ വിഷമമാണെന്ന് പറഞ്ഞ് ഇതുപോലെ സ്റ്റക്കായി നിൽക്കാതെ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് ലൂസാകും. ഒന്നുകിൽ കാലോ അല്ലെങ്കിൽ ചങ്ങലയോ ലൂസാകും. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നു. സാമ്പത്തികത്തിലാണെങ്കിലും ശരി തന്നെ, റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് തരാനുള്ളത് തരാൻ യൂണിവേഴ്സ് നിയമം ഏർപ്പെടുത്തിയിരിക്കുന്നു, ന്യായം ഏർപ്പെടുത്തിയിരിക്കുന്നു, ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ആ ജസ്റ്റിസ് ലഭിക്കുമ്പോൾ എന്തായാലും നമുക്ക് ഒരു വിജയം ലഭിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഡാൻസ് ചെയ്യണമല്ലോ. താങ്ക് യു യൂണിവേഴ്സ്. അടുത്ത വന്നിരിക്കുന്നു എംപ്രസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എംപ്രസിൻ്റെ കാർഡ് എന്തുകൊണ്ട്, അയ്യോ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ദ വേൾഡ്. ഓക്കെ, വി ആർ ദ വേൾഡ്. ഓക്കെ, ഇവിടെ ബ്ലെസ്സിങ് ആണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു. ഓക്കെ, യൂണിവേഴ്സിൻ്റെ കാർഡ് തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും, നിങ്ങൾ എന്താണോ ഇപ്പം ചിന്തിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്താണോ, നിങ്ങളുടെ റിലേഷൻഷിപ്പാണോ 10ൽ 10 കിട്ടാൻ പോകുന്നു, നിങ്ങളുടെ സാമ്പത്തികമാണോ 10ൽ 10 കിട്ടാൻ പോകുന്നു. അപ്പം ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അബണ്ടൻസ് വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾക്ക് വിദേശ യാത്ര നിങ്ങളിലേക്ക് വരുന്നു. അതെങ്കിൽ വിദേശ യാത്രയ്ക്ക് നിൽക്കുന്ന വ്യക്തികൾക്ക് ചില ജോലി ഇല്ലാണ്ട് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് പുതിയ ഒരു വഴി നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നു. ഓക്കെ, തക്ക സമയത്ത് എവിടുന്നെങ്കിലും നിങ്ങൾക്കൊരു കാറ്റ് വരും. കാറ്റ് വന്ന് കിട്ടേണ്ട കാര്യം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ യൂണിവേഴ്സിന് കഴിയും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ച ദൈവത്തിന് എന്ത് കാര്യവും നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആക്കുവാനുള്ള ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. എൻ്റെ ഈ വാക്കുകൾ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമാണ് ഇത് കേൾക്കുന്നത്. ഓക്കെ,
ഇപ്പം ഇതിൻ്റെ അകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ പല പല വീഡിയോസ് കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിത് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളിൽ ഒരു മാറ്റം വരുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓഫ് ആണ്ടിൻ്റെ എനർജിയാണ്. ഒരു യാത്ര വരുന്നു, ഒരു വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങൾ ഒരു പുറം രാജ്യത്തേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയോ യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നു. നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ മാനസികമായി തകർത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, നിങ്ങളെ ചിലപ്പോൾ ചില വ്യക്തികൾ തകർത്ത് ഉണ്ടായിരിക്കും. തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുമായിട്ട് നിരന്തരം നിങ്ങളെ തോൽപ്പിച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഭാഗത്ത് നിന്നായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ കാശായിരിക്കാം. ഓക്കെ, പൈസയുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് ഇങ്ങനെ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഫൈറ്റ് ചെയ്ത് നിങ്ങളിങ്ങനെ ഇടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ട്രെങ്ത് എടുത്തതിന് ശേഷം ഫൈറ്റ് ചെയ്യുന്നവർ എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ തിരിച്ചങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് അവർ താഴെയിട്ട് നിങ്ങൾക്ക് വിജയത്തിൻ്റെ കൊടി നിങ്ങൾ പറത്താൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ കടന്നു പോകാൻ പോകുന്നത്. വിശ്വസിച്ചാൽ മഹത്വം കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. ഓക്കെ, തള്ളിക്കളയുന്നവർക്ക് ഇന്നും അതേ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് നിൽക്കാം. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളെ പ്രതി എന്ത് ആക്ഷൻ എടുക്കുവാനാണ് അവർ തീരുമാനിക്കുന്നത്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ വ്യൂസിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? ഇത് 2 കാർഡാണ്. എന്ത് ആക്ഷൻ എടുക്കാനാണ് തീരുമാനിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്ത് ആക്ഷനാണ് എടുക്കുന്നത്? ഓക്കെ, അപ്പം ഇത് രണ്ടും ഒന്നാണ്. ഓക്കെ, അപ്പോൾ 1 2 ഒരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളൊരു മജീഷ്യനാണെന്നും നിങ്ങൾ മനസ്സിൽ തോന്നുന്ന എന്തും നേടിയെടുക്കാനുള്ള ഒരു വ്യക്തിയാണെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ ചില ദൈവികമായിട്ടുള്ള കാര്യവും സപ്പോർട്ടും നിങ്ങളിൽ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഇച്ചിരി സ്പിരിച്വലായി മാറിയിരിക്കുന്നെന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, നിങ്ങളിൽ ചില സാമ്പത്തിക കാര്യങ്ങൾ രഹസ്യമായി നിങ്ങൾ സൂക്ഷിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ സൂക്ഷിക്കുന്നില്ലായിരിക്കാം, എങ്കിൽ പോലും അവർ വിചാരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ സാമ്പത്തിക കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുന്നു. അത് സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് മനസ്സിൽ, നിങ്ങളത് സൂക്ഷിച്ചു വെക്കുന്നു. അവരോട് പറയാത്തതും അവരറിയാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ചില നിഗൂഢതകൾ നിങ്ങൾ മറച്ചു വെക്കുന്നു. അത് നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരറിയാതെ നിങ്ങൾ ചില കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നു, ആർക്കൊക്കെയോ എന്തൊക്കെയോ കൊടുക്കുന്നു എന്ന് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരെടുക്കുന്ന ആക്ഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴക്കാണ്. ഓക്കെ, അവർ ഈഗോയാണ്. അവരെടുക്കുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ അവരുടെ ഇമോഷനൊന്നും ഇപ്പോൾ അവർ ഓപ്പൺ ആക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരിപ്പോൾ നിങ്ങളോട് എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അവർ ചില കാര്യങ്ങൾ അവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നു. എന്താണ്? അബണ്ടൻസ്, ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മകളും അനുഗ്രഹങ്ങളെയും അവർ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നു. അവർക്കൊന്നുമില്ല, അവർ വളരെ ദുഃഖത്തിലാണ്, വിഷമത്തിലാണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളെ കാണിക്കുന്നുണ്ടായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ നിങ്ങളെ കാണിക്കുന്നില്ല. അവരിപ്പോൾ ഏത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അവർ നിങ്ങളെ കാണിക്കുന്നില്ല. ഓക്കെ, അവർ ചിലപ്പം ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കും, മാനസികമായി തകർന്നു നിൽക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് എന്താണ്? ഞാൻ ഹാപ്പിയാണ്, നീ ഇല്ലാണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ വളരെ രാജാതിരാജനായിട്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ് എന്ന് കാണിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളോട് പോരാടുകയാണ്. നിങ്ങളില്ലാണ്ടും എനിക്ക് ജീവിക്കാൻ പറ്റും, നീ ഇല്ലാണ്ടും ഞാൻ സന്തോഷത്തോടു കൂടി ഇരിക്കും എന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അവരുടെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഇതാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷേ അവർ നിങ്ങളെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, അവരുടെ ഉള്ളിൽ കുറ്റബോധവും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ പുറമേ കാണിക്കുന്നത് ദേഷ്യമാണ്. ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം, അങ്ങനെയാണ് മറ്റേതാണ് എന്നുള്ള ആ ഒരു വാഗ്വാദങ്ങളാണ് നടക്കുന്നത്. അപ്പം പ്രവർത്തനം എന്ന് പറയുന്നത് ഇതാണ്. ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമുണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇല്ലാത്തതും ഉള്ളതായിട്ട് നിങ്ങളെ കാണിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക്
ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചിലപ്പോൾ ഒരു പക്ഷേ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടിയെ കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ ഇടയിൽ നിങ്ങളെ തങ്ങളിൽ ഒന്നാകാൻ, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഒന്നാകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു കരിമ്പൂച്ച ഇരിപ്പുണ്ട്. ഏതോ ഒരു തേർഡ് പാർട്ടി ഇതിൻ്റെ ഇടയിൽ പമ്മി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അവരുടെ പ്രവർത്തനം കാരണം, ചില ബ്ലാക്ക് എനർജി, ചില നെഗറ്റീവ് എനർജികളുടെ പ്രവർത്തനം കാരണം നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഈ രണ്ടാമത്തെ കാർഡുകാർക്ക് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ചില വ്യക്തികളുടെ പൊളിറ്റിക്സ്, ചില ഫേസുകൾ തേർഡ് പാർട്ടിയുടെ ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് ആയിരിക്കാം. നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിക്കുന്നു, യഥാർത്ഥ മുഖം മറ്റൊന്ന്. ഓക്കെ, ഇതൊരു ചതിയാണ്. ഇവിടെ മൂന്ന് മുഖങ്ങളെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണുന്നത് ഒന്ന് മറ്റൊരു മുഖം, നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെ മറ്റൊരു മുഖം, ഇവിടെ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖം. ഓക്കെ, മറ്റൊരു മുഖം എന്ന് പറയുന്നത് ഇവിടെ ഒരു സർപ്പത്തിൻ്റെ മുഖമാണ്. ആ സർപ്പത്തിൻ്റെ മുഖം കാരണമാണ് ചില പൊളിറ്റിക്സ് ഇവിടെ നടക്കുന്നത്. ഈ സർപ്പമാണ് ഇതിനെ കൊണ്ട് ഈ ഒരു മുഖം ഇവിടെ പൊക്കി പിടിച്ച് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന 3 വ്യക്തികളിൽ തേർഡ് പാർട്ടിയുടെ ഉപദേശം അനുസരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ നടക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തയാണ് നിങ്ങളുടെ ഇടയിൽ, അവരുടെയും നിങ്ങളുടെയും ഇടയിൽ ചില തേർഡ് പാർട്ടി ഉണ്ട്. അത് നിങ്ങളുടെ ഫാമിലി ആണെന്ന് അവർ ആരോപിക്കും, നിങ്ങളുടെ സുഹൃത്താണെന്ന് ആരോപിക്കും, നിങ്ങളുടെ കൂടെ ആരോ ഉണ്ട്, അതാണ് അവരെ തങ്ങളെ തെറ്റിക്കുന്നത് എന്ന് അവർ ആരോപിക്കും. ഓക്കെ, അവരുടെ കുറ്റം അവർ അംഗീകരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അവർ ആരോപിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിനെ ആയിരിക്കാം, നിങ്ങളുടെ കൂടെ ഉള്ള സുഹൃത്തിനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ, അങ്ങനെ ആരെങ്കിലും അവർ ആരോപിക്കുന്നതായി. നിങ്ങളുടെ ശരിയായ ഫേസ് അല്ല നിങ്ങൾ അവരുടെ അടുത്ത് കാണിച്ചതെന്ന് അവർ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് ചോദിച്ചതിനാണ് ഉത്തരം വന്നിരിക്കുന്നത്. നിങ്ങൾ അവരെക്കുറിച്ച് ശരിയായ ഫേസ് അല്ല കാണിച്ചത്, നിങ്ങൾ മറ്റൊരു ഫേസ് ആയിരുന്നു, ആ തനി നിറം ഞാൻ അറിഞ്ഞു എന്നാണ് അവർ തേർഡ് പാർട്ടിയോട് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 10 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നതിൽ എന്തുകൊണ്ടാണ് 10 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 10 ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നു ബേർഡൻ ആണ്. ഓക്കെ, ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വളരെ ബേർഡൻ ആണ് എന്നവർ ചിന്തിക്കുന്നു. ഫാമിലി ലൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധമായിരിക്കാം, മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ കഷ്ടമാണ്, മാനസിക പ്രശ്നമാണ്, അതിജീവനം പറ്റുന്നില്ല എന്നവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കാര്യത്തിൽ നിന്നും ലെറ്റ് ഗോ ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ചിന്തയല്ല, അവരുടെ ചിന്തയാണ് ഇത് വന്നിരിക്കുന്നത്. അവർക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകുന്നില്ല. കാരണം ഭാരം ഒന്നിനു മേലെ ഒന്നായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. തേർഡ് പാർട്ടി ഇവിടെ നിന്ന് ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ശരിയായ വ്യക്തിയല്ല, നിങ്ങളുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്, അതൊക്കെ കാരണമാണ് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് തേർഡ് പാർട്ടി ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടതിന് ശേഷം ഇവിടെ പൊളിറ്റിക്സ് സംഭവിക്കുന്നു. ആ പൊളിറ്റിക്സ് അനുസരിച്ച് കൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് കുടുംബജീവിതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, കുടുംബജീവിതത്തെ ആണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ആണെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ലെറ്റ് ഇൻ ഗോ എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ വിട്ടുപോകുക എന്നുള്ളൊരു എനർജിയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് നൽകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സോടെ ചെയ്യുന്ന ഒന്നല്ല ഇത്. കാരണം ഇത് മനസ്സോടെയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ തേർഡ് പാർട്ടി വന്നിട്ടില്ല. ഇവിടെ തേർഡ് പാർട്ടി വന്നിരിക്കുന്നത് കാരണം തേർഡ് പാർട്ടിയുടെ ഉപദേശപ്രകാരം നിങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു ചിന്ത തേർഡ് പാർട്ടി കൊടുക്കുന്നു, ബ്ലാക്ക് എനർജി. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജീസ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വിഷമത്തിൽ നിർത്തുന്നില്ല, ഒരു റീയൂണിയൻ ഉണ്ടോ എന്നും കൂടി നോക്കട്ടെ. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഒരു റീയൂണിയൻ, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി റീയൂണിയൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? ഈ 2 കാർഡുകാർക്കും റീയൂണിയൻ ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇത് ഈ കാർഡ് ഈ എനർജിക്കാർക്ക്, ഇത് ഈ എനർജിക്കാർക്ക്. ഓക്കെ, റീയൂണിയൻ ഉണ്ടാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ റീയൂണിയൻ ഉണ്ടാകും. ഓക്കെ, ജഡ്ജിമെൻ്റാണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഹീലായതിന് ശേഷം ഒരു റീയൂണിയൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ കാർഡുകാർക്ക്
ഇവിടെയും അഫർമേഷനും ഗ്രോത്തും ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. ഗ്രോത്ത് ഉണ്ടാകും, കാര്യങ്ങളെല്ലാം ബാലൻസിങ്ങിൽ വരും, സ്റ്റേബിൾ ആകും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ നോക്കട്ടെ. ഇവിടുത്തെ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ നോക്കട്ടെ. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ ഈ ഒരു എനർജിയിലുള്ള എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ നിന്നും തേർഡ് പാർട്ടി പൂർണ്ണമായും ഒഴിഞ്ഞു പോകുമോ? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. പൂർണ്ണമായും ഒഴിഞ്ഞു പോകുമോ? വിളക്കൊക്കെ എടുത്തിട്ടുണ്ട്, പതുക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. തപ്പി പിടിച്ചെങ്കിലും അവരങ്ങ് പൊക്കോളും. ഓക്കെ, സൈലൻ്റ് ആകുന്നുണ്ട്. ഇപ്പം പെട്ടെന്ന് പോകുന്നില്ല, പതുക്കെ 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 വിളക്കൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെട്ടത്തിലങ്ങ് പൊക്കോട്ടെ. അപ്പോൾ എന്തായാലും പോകും. ഇപ്പോൾ അവിടെ നിൽപ്പുണ്ട്, പതുക്കെ പതുക്കെ പോകുന്നുള്ളൂ. അപ്പം പെട്ടെന്ന് ആ സ്പീഡ് കൂടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അഫർമേഷൻ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഒരു വ്യക്തിയിലും ആശ്രയിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ചിറകിൽ മാത്രം ആശ്രയിക്കുക. ഒരിക്കലും ഒരു പക്ഷിയും ഇരിക്കുന്ന ചില്ലയെ ആശ്രയിക്കത്തില്ല. ആ ചില്ല ഒരു പക്ഷേ ഒടിഞ്ഞു വീണിരുന്നാലും അതിന് ഉറപ്പുണ്ട്, എൻ്റെ ചിറകുകൾക്ക് ശക്തിയുണ്ട്, ഞാൻ ഒരിക്കലും താഴെ വീഴുകയില്ല. നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വിശ്വാസം പകർന്നുകൊണ്ട് ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.